മുന്നണികൾ മദ്യനയത്തിലും മാരക ലഹരി വ്യാപനത്തിലും നിലപാട് വ്യക്തമാക്കണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇടത് വലത് BJP മുന്നണികൾ മദ്യനയത്തിലും മാരക രാസലഹരികളുടെ വ്യാപനത്തിലും നിലപാട് വ്യക്തമാക്കണമെന്ന് സഭാ ആസ്ഥാനത്ത് നടന്ന KCBC മദ്യവിരുദ്ധ സമിതിയുടെ അർദ്ധവാർഷിക ജനറൽ ബോഡി സമ്മേളനം ആവശ്യപ്പെട്ടു. മദ്യനയ കാര്യത്തിൽ മുൻകാലങ്ങളിൽ പുറത്തിറക്കിയ പ്രകടന പത്രികകൾ പ്രഹസന പത്രികകളായി മാറ്റുന്നതിനാലാണ് മദ്യലഹരി വിഷയത്തിൽ പരസ്യ നിലപാട് വ്യക്തമാക്കണമെന്ന് സമ്മേളനം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടത്. ആര് എവിടെ ചോദിച്ചാലും മദ്യശാലകൾ അനുവദിച്ചു കൊടുക്കുന്ന നയമാണ് മദ്യവർജനം പ്രഖ്യാപിച്ചും തങ്ങൾ അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള മദ്യത്തിൽ നിന്ന് ഒരു തുള്ളി മദ്യം പോലും കൂടുതലായി അനുവദിക്കില്ലെന്നും പറഞ്ഞ് അധികാരത്തിലെത്തിയവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിന് പേരിടാനും ലോഗോ നിർമ്മിക്കാനും അപേക്ഷ ക്ഷണിച്ച സർക്കാരാണിത്. മദ്യം ഹോം ഡെലിവറി ചെയ്യാൻ പദ്ധതി ആസൂത്രണം ചെയ്ത് പരാജയപ്പെട്ടു. കള്ളുഷാപ്പുകൾ ഒന്നാകെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഹോട്ടലുകളായി മാറി. നഗ്നമായ അബ്കാരി ലംഘനങ്ങൾ മദ്യവകുപ്പിന് കീഴിൽ നടന്നിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യത കുറവാണ് മയക്കമരുന്നുകൾ വർദ്ധിക്കുന്നതിന് കാരണമെന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് യഥേഷ്ടം മദ്യം ലഭ്യമാക്കിയിട്ടും നാട് മയക്കമരുന്നുകളുടെ ഹബ്ബായി മാറിയതിൽ മറുപടിയില്ല. തിരഞ്ഞെടുപ്പിൽ മദ്യനയവും രാസലഹരികളുടെ വ്യാപനവും പൊതുസമൂഹത്തിൽ ചർച്ചാവിഷയമാക്കുമെന്നും സമ്മേളനം മുന്നറിയിപ്പ് നൽകി. സീറോ മലബാർ, ലത്തീൻ, മലങ്കര റീത്തുകളിലെ 32 അതിരൂപത രൂപതകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാലാവധി പൂർത്തിയാക്കിയ മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ യൂഹാനോൻ മാർ തെയോഡോഷ്യസിന് യാത്രയയപ്പും പുതുതായി നിയമിതനായ ബിഷപ്പ് അംബ്രോസ് പുത്തംവീട്ടിലിന് വരവേൽപ്പും നൽകി. മദ്യവിരുദ്ധ കമ്മീഷൻ സെക്രട്ടറി ഫാദർ തോമസ് ഷൈജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള, ഫാദർ ദേവസി പന്തലുകാരൻ, ആന്റണി ജേക്കബ്, ബോണി CX, അന്തോണിക്കുട്ടി ചെതലൻ, മേരി ദീപ്തി, KP മാത്യു, തോമസ് കോശി, റോയി മുരിക്കോലിൽ, AJ ഡിക്രൂസ് എന്നിവർ പ്രസംഗിച്ചു.